തുലാമസ് ഒക്ടോബർ മിഡ് തൊട്ട് നവംബർ മിഡ് വരെ. പിന്നെ അതിന് ശേഷം എപ്പോഴും കുഴപ്പമില്ല. സോ ഡേറ്റ്സ് ഓഫ് ഇപ്പോൾ വി വുഡ് പ്രിഫർ വീക്കെൻഡ്സ് ആക്സസ്. കാരണം നിങ്ങളെയും പിന്നെ എല്ലാവരെയും കൺസിഡർ ചെയ്ത് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ വീക്കെൻഡ് ആകുമ്പോൾ ഈസി ആയിരിക്കും. സോ അങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോൾ 4 ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നവംബർ 3rd, നവംബർ 16th. അപ്പൊ തന്നെ തുറക്കാം. ഞാൻ ആലോചിക്കട്ടെ. ഓ നിങ്ങൾ ശ്രദ്ധിച്ചു കുഴപ്പമില്ല. വായിക്കത് വണ്ടി അവിടെ അല്ല. സ്മെൽസ് ലൈക്ക് യുവർ മെയ്ഡ് ഓഫ്. കുറെ ഉണ്ടല്ലോ സാധനങ്ങള്. എനിക്ക് ആവശ്യത്തിന്. ഓ ഫോർ യുവർ ഹാപ്പി ഡേ. നീ അതിന് ഈ ഡയലോഗിന് വേണ്ടി ടിഷ്യൂ എടുത്തല്ലേ? വർഷ കമ്മലായി വളയായി സാരിയായി. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രാവിലെ തൊട്ട് ഓരോ സ്റ്റെപ്സ് പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കായിരുന്നു. എന്നിട്ട് എന്താ കളിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? കാണണമെങ്കിൽ ജസ്റ്റ് വെയിറ്റ് 1 second. ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറയല്ല, ഇവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഗായ്സ് see the sweat in us. ഒരാൾ തളർന്ന് കിടക്കാണ്. അയ്യോ എന്റെ അമ്മ. ആരാണ് 30 ഏക്കർ വാങ്ങിയതെന്ന് ഞാനെല്ലാവരും പറയട്ടെ. ഇനി എന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വരൂ. വരില്ല, അമ്മയാണ് സത്യം വരില്ല. Hello guys, welcome to my YouTube channel. I know it's been a while. The reason behind the smile is my friend's wedding. So my best friend's wedding to me. അപ്പം ഇന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ ഇന്ന് പോവാണ്. ഐ എം റിയലി എക്സൈറ്റഡ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ ഞാൻ എങ്ങനെ കയറും? ഐ ഡോണ്ട് നോ ഹൗ ടു ഓവർകം ദിസ് ഫിയർ. ഐ റിയലി ഡോണ്ട് നോ. ബട്ട് യാ, പോയല്ലേ പറ്റൂ, വേറെ മാർഗില്ലല്ലോ. അപ്പം ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഗുഡ്. ഞാനൊരു ലോഡ് സാധനങ്ങൾ മിന്ത്രയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതിനും എക്സൈറ്റഡ് ആണ്. ഞാൻ സീ വാട്ട് ഇസ് ഇൻ ഇറ്റ്. സോ യാ, ബാക്കി കാര്യങ്ങൾ വഴിയേ കാണിക്കാം. Me and Jiki, we are matching. Unexpected item, we are matching. Yeah, check-in finished, completed. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നൗ കുറച്ച് ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പേരാപ്പാര നടക്കുകയാണ്. ഐ എം ഗോയിങ് ടു ഇന്ത്യ വിത്ത് ചിക്കി. Nice funky mata Jency outfit le. Look at this guys, please show. ഞാൻ ഇപ്പൊ തന്നെ രേഷ്മയുടെ കല്യാണം ഡ്രസ് തുടങ്ങി. ആസ് യു നോ, എനിക്ക് പണ്ടത്തെ തൊട്ടേ ഉള്ള ആഗ്രഹമാണ് ബിഗ് ബോസിൽ പോകണം എന്ന്. അപ്പോൾ എൻ്റെ മിത്രമായ ജിക്കി ഇവിടെ എനിക്ക് സ്പെഷ്യലി ഒരു ഫോട്ടോ, അവളുടെ കഴിവ് കൊണ്ട് അവൾ എഡിറ്റ് ചെയ്തെടുത്തൊരു ഫോട്ടോ ആണ്. നിങ്ങൾക്കത് കാണണോ? കാണിക്കാം, ഞാൻ കാണിച്ചു തരാം. കാണിക്കാം ജിക്കി. ആദ്യത്തെ ഫോട്ടോ ഇതായിരുന്നു. പക്ഷെ ഞാൻ കൊടുത്ത റെഫറൻസ് വാസ് മലയാളം ആക്ടർ മോഹൻ ആൻഡ് ലാൽ. I don't
know who are these people. But this is not Mohanlal. Okay, അടുത്തത്. ഗൂഗിൾ പേ ആക്കിയിട്ട് ഇതാ നോക്കൂ. This will go into her manifestation board for this year. someday ഞാൻ അവിടെ ഇവിടുന്ന് മുകളിലോട്ട് ഇട്ടാലോ യാത്രക്ക് എൻട്രൻസ് ആസായിട്ടില്ല. നിങ്ങൾ വരുമ്പോ കണ്ടോ? ഇല്ല, മെയിൻ ഗേറ്റ് വരുമ്പോ ഒന്നും കാണാൻ പറ്റിയില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് എത്തിയേ ഉള്ളൂ. ബട്ട് അവളുടെ ഫാമിലി ഇന്ന് സർപ്രൈസ് ആയിട്ടൊരു ബ്രൈഡൽ ഷവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. രേഷ്മയ്ക്ക് ഇത് അറിയില്ല. സോ കം ലെറ്റ്സ് ഗോ ആൻഡ് സർപ്രൈസ് ഹർ. എന്താ സംഭവിക്കുന്നത്? സത്യം പറയട്ടെ, ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു. സോ ഇതാണ് കല്യാണ വീട്. ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ആൻഡ് ദ ലൈറ്റ്സ്, ദ പ്രകാശം. ഹായ് ഗായ്സ്, എൻ്റെ തൊണ്ട വയ്യ. അങ്ങനെ അമീഷയും ഫറയും വന്നു. അവരുടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ദേ ആർ ഹിയർ. എവിടെ നീ? മോർണിംഗ് നമ്മൾ തോക്ക് പൊട്ടിക്കാൻ പോവുകയാണ് ഗായ്സ്. നമ്മുടെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട് ഫോർ ദ ഡാൻസ്. ഞാൻ ഇന്നലെ ഫുള്ള് കിടപ്പിലായിരുന്നു. എനിക്ക് ഭയങ്കര പനി പിടിച്ച് ആകെ ടയർഡായി ക്ഷീണിച്ച് കിടപ്പിലായിരുന്നു. എപ്പോൾ നാട്ടിൽ വന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സോ നോ ഐ ഫീൽ ബെറ്റർ. പക്ഷെ നല്ല തൊണ്ടവേദനയുണ്ട്. ഇന്നാണ് ഹൽദി. ഇന്ന് നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കും. പ്രോപ്പർട്ടി ഫോർ ദ ഡാൻസ്. ഡ്രില്ലിംഗ് മെഷീൻ പോലെ ഉണ്ടല്ലോ ഡി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടൻ കടല. അവിടെ ഒരാളിപ്പുണ്ട്. ഹായ്
bridesmaids. So we have reached here, Haldiയുടെ സ്ഥലം. So nice. നമ്മളെല്ലാവരും ഒരു പർപ്പിൾ പ്ലം തീമാണ്. Hi guys. So we are here. We all are here. സത്യം പറഞ്ഞാൽ എനിക്ക് രേഷ്മനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല എനിക്ക് എൻ്റെ കണ്ണ് നിറയാണ്ട് എനിക്ക് രേഷ്മനെ കുറിച്ച് പറയാൻ പറ്റുമെന്ന്. കാരണം അവൾ എനിക്ക് അത്രയും സ്പെഷ്യലാണ്. എൻ്റെ ലൈഫിൽ കിട്ടിയ, സത്യം പറഞ്ഞാൽ മോർ ദാൻ എ ഫ്രണ്ട്, എനിക്ക് ലൈഫിൽ കിട്ടിയൊരു ഭാഗ്യമാണ് അവള്. രേഷ്മ ഇതുപോലെ ടെൻഷനുണ്ടോ? ടെൻഷനുണ്ടോ? അതുകൂടി കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും മക്കളെല്ലാവരും താനാണ് 30 ഏക്കർ വാങ്ങിയതെന്ന് ഞാൻ എല്ലാവരോടും പറയട്ടെ. ഇനി എന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വരുമോ? വരില്ല, അമ്മയാണ് സത്യം വരില്ല. എങ്കിൽ ഇനി ചേച്ചിയെ നല്ലോണം പുകഴ്ത്തെന്ന് പാടിക്കേ.
better listener. പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും ഇഷ്ടമാണ്. നമുക്ക് അകത്തേക്ക് പിടിക്കാം. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കുറഞ്ഞ കൺമഷിയാൽ കണ്ണെഴുതും മാൻകിടാവി നിന്നലേ മായ ചിന്തൂരം മൈന കൺമഷിയാൽ കണ്ണെഴുതും മാൻകിടാവി നിന്നലേ മായ ചിന്തൂരം മൈന കാത്തിയോ ഉഴക്കി തുണ്ടാൻ മഴക്കുളിക്കെടുത്തു എല്ലാം ഒളിച്ചു വയ്ക്കണ മനത്തിനുള്ളിലെ തെങ്കലിയുണ്ടേ ഉറങ്ങുമ്പോൾ കുറുകാനായി കനവിൽ കുയിലുടലേ ഹാർട്ട് ബീറ്റ് what I tell you what I waste കൊഞ്ചും കൂടെ slowly പോകാമോ ക്ലാസ് ചില്ലിങ് കാണുവല്ല ഡ്രോപ്പ് ചെയ്താൽ ഒടയില്ല നെഞ്ചനിയും slowly പോകാമോ നേത്ത് മൊത്തം പാടാറാണ പനി പോലെ പകരും ഡിസീസ് പ്രേമം അപ്പോ ചൊല്ലില്ലേ ഓ കാക്ക കൊത്തും കരളെന്റെ നടുപ്പുഞ്ഞ പടക്കുമ്പോ പാട്ട് വെക്കാൻ DJ ചൊല്ലില്ലേ വിളിച്ച് കൂടണ കല്യാണം ടെൻഷനടിച്ച് ചെമ്പ് മറിച്ച് ചേർന്നൊരു കല്യാണം This is a surprise dance. Reshu, this one's for you. ഒന്നുകൂടെ കയറണം. उसका है या कोई महताब है चेहरा जैसे गजल चेहरा जाने गजल चेहरा जैसे कली चेहरा जैसे कमल
मुमकिन नहीं आफरी 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 तू भी देखे अगर तो कहे हम नशी അയ്യോ അവിടെ ഇത് സംഗീതനായിട്ട് മാറിയിട്ട് കരച്ചിലിനായിട്ടായോ നമ്മുടെ ടീംസ് ഒക്കെ ചോദിച്ചോളൂ. ഗ്യാങ് ഒക്കെ പോരട്ടോ. അങ്ങനെ ഗായ്സ് ഒരു ധമാർ പടാർ ഡി ജെക്ക് ശേഷം നമ്മളെല്ലാവരും തളർന്ന് ഹരിപ്പണമായിട്ടിരിക്കുകയാണ്. ഇത് ബ്രൈഡാണ്, നാളെ ക്ഷീണിക്കും എന്നവൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവൾ മുൾട്ടാനി മുറ്റി ഫേസാണ്. ഇവിടെ കുളമുണ്ടോ? What do you have to say about this day? I am hungry. വിശക്കുന്നു, അതാണ് എനിക്ക് പറയാൻ. ഞങ്ങൾക്ക് വിശക്കുന്നു, തിന്നാം. എന്നിട്ട് വരാം. Guys, അപ്പം ഹൽദി is over. We are signing off from Haldi. More yet to come. Hello guys, today is Mehendi night. So രാവിലെ രേഷ്മ അമ്പലത്തിൽ പോയി കുളിച്ചു തൊഴുത് ദോ വരുന്നു രേഷ്മ. Say hi to the vlog. മന്ദം നടന്നു വരുന്നു രേഷ്മ. ബാക്കിൽ രശ്മിയുടെ അമ്മ വെള്ള ചുരിദാർ ഇട്ട് വരുന്നു രേഷ്മ. എന്താ കഴിച്ചോണ്ട് വരുന്ന നീ? കുരങ്ങന്റെ പോലെ പണം കഴിച്ചു വരുന്നു രശ്മി. നമ്മളിതേ ഇവിടെ ഇരിക്കുന്നു ഉറക്കപ്പിച്ചിൽ. റെഡി ആവാൻ നോക്കിയിട്ട് റെഡി ആവാൻ പറ്റുന്നില്ല, ബിക്കോസ് തിരക്ക്. ഞാൻ ഇങ്ങനെ പകുതി ചെയ്യും വരും അതാണിപ്പോൾ അവസ്ഥ. ഇതാണ് ഭംഗി. നിനക്കെന്തേലും അത് ചോദിക്കാൻ പറ്റത്തില്ല. All ready for Dakshina. Married couple. അതാ രേഷ്മ തളർന്നു. What do you feel after ദക്ഷിണ കൊടുക്കൽ? Your back is okay? Your back is okay? Backbone is okay?
കാണിക്കണം എന്നില്ല. It's okay. ആകെ 2-3 പേരുടെ മാത്രം മതിയായിരിക്കും ഞാൻ വിട്ടോളൂ. ബാക്കി എല്ലാവരും വ്ളോഗിൽ അത് അവൻ തിരിച്ചറിഞ്ഞു. മഴയത്ത് we are going for a photo shoot. ഇല്ലല്ലോ എടാ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഇല്ല ഈ ഉമ്മച്ചിക്കുട്ടി ഏതാ? ആരാ? ഒന്നും പറ്റിയിട്ടില്ലടോ. ഈ വെള്ളയൊക്കെ ബ്രൗൺ ലൈറ്റ് മാൻ. Hi guys. Welcome to the പാടം. Vibe guys. പച്ചപ്പ്. Vibe guys. സോ നമ്മളിപ്പോൾ പോകാൻ പോണത് ഒരു അടിപൊളി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ടു നമ്മൾ ഇത്ര സ്ട്രഗിൾ ചെയ്ത് പോകുന്നത് ഒരു അടിപൊളി ഫോട്ടോ ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ ഈ സ്ട്രഗിൾസ് ഈ സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. ഫ്രണ്ടിലേക്ക് ഓക്കെ. നടക്കണം. ഒരു ഓട്ടയുണ്ട് ചെറുത്. അയ്യോ ഇതൊരു വലിയ കുഴിയാണല്ലോ. ഓ Happy birthday to you. God bless you. May God bless you. Happy birthday, Amma. Happy birthday to you. പിന്നെ യുഎസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനിയും ഒന്നെങ്കിൽ മറ്റേ റിസൾട്ടാൽ ഞാൻ വന്നാൽ അപ്പം നമ്മൾ കാണാം, അല്ലെങ്കിൽ നിന്റെ കല്യാണം. ചായ ഹാപ്പിനെസ്. Hi guys, Varsha is putting her wedding English വേണ്ട. ഓക്കെ മലയാളത്തിൽ നമസ്കാരം ഗായ്സ്. നമസ്കാരം ഗായ്സ്. ഹലോ ഗായ്സ്. വർഷ വീണ്ടും ഇംഗ്ലീഷ് മലയാളത്തിൽ പറ. മലയാളം. വർഷ ഇപ്പൊ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുകയാണ് കയ്യിൽ. നോക്കൂ സുന്ദരന്മാർ ഓർത്തിരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓ മൈ ഗോഡ് ഇന്ന് ലൈഫ് ടെലികാസ്റ്റ്. അതെ കഴിഞ്ഞു ഞാൻ പറയാനൊക്കെ പറഞ്ഞു. യു ആർ ടു ലേറ്റ്. ഹായ് ഗായ്സ്. യെസ് ഇവിടെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുക, രശ്മിയുടെ കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, മാറി മാറി. ഇപ്പോൾ ലാസ്റ്റ് സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
സാഹചര്യത്തിന്റെ സമ്മർദ്ദം പോലെ ഇന്ന് ഞാൻ ചേച്ചിക്ക് ഒരു ചെറിയൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നമ്മൾ ഗുരുവായൂരിലോട്ട് പോകാൻ പോവാണ്.
സോ ഗുരുവായൂരിൽ പോയി അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് നാളെയാണ് രേഷ്മയുടെ കല്യാണം. നമ്മൾ പോകുന്ന വഴിക്ക് വിൽ ഹാവ് സം ഫൺ. രേഷ്മ, ഇനി ഈ വീട്ടില് നീ ഒരു ഭാര്യയായിട്ടായിരിക്കും. ഓ ശരി. What do you feel about it? Okay, നടക്കാം. ആ The first ones to get in the bus seat പിടിക്കാൻ. അവള് കരയായിരുന്നു. രേഷ്മയുടെയും കല്യാണം കഴിഞ്ഞു, എന്റെ കല്യാണം ഇനി എപ്പോഴാ നോക്കുന്നുണ്ട്. Jikki, are you feeling sad for not getting married? Huh? എനിക്കൊരു ഇണക്കുരുവിയാണ് വേണ്ടത്. ഞാനില്ലേ എന്റെ കൂടെ. ചേട്ടോ, വണ്ടി ഒന്ന് ഓണാക്കാവോ? പിന്നെ നമുക്ക് പാട്ട് വല്ലതും പ്ലേ ചെയ്യണമെങ്കിൽ ഞങ്ങൾ എങ്ങനെ അത് പ്ലേ ചെയ്യാൻ പറ്റും? ബ്ലൂടൂത്ത്. ടെൻഷൻ നോക്കാണ്ട് മുഖത്ത് ടെൻഷൻ നോക്ക്. പ്രേമം നെഞ്ചിൽ രാഗം നൽകി ഞാനാടി പാടും നാട്ടുമൈനേ കൂടെ വാടും ചോലിലുണ്ട് താളം മോഹം അഴകു തഴുകും താളം ചെരുപ്പ് താളം നടപ്പ് താളം സുന്ദരി ജീവതാളം നീ പ്രണയിലേ എന്തുവായിരുന്നു അതാ നോക്കൂ, രേഷ്മയുടെ മാള് കൊടുത്ത മൂക്കുത്തി നോക്കൂ, രേഷ്മയുടെ ന്യൂ മൂക്കുത്തി. ഇന്നത്തോടെ രേഷ്മയുടെ സിംഗിൾ ലൈഫ് തീരുകയാണ്. നാളെ മുതൽ അവളുടെ ദാമ്പത്യം തുടങ്ങുകയാണ്. ഓ നമി, നിനക്ക് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റി? മാളു, നിനക്ക്
എനിക്ക് ഇനി നമുക്ക് വർഷയുടെയും ജിക്കിയുടെയും കഥയാണ്. അത് സൂപ്പർ. അതിന് ഞാൻ ക്രോപ്പ് ചെയ്തായിരിക്കും. ജഫാറ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നാളെ രേഷ്മയുടെ കല്യാണമാണ്. നിനക്ക് അതാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ കെട്ടണോടി. എന്താ പാടി? അമീഷനെ കാണിക്കാൻ അതായത് അതല്ല ഹായ് ഗായ്സ്, ഇത് രേഷ്മയുടെ വെഡിങ് ഈവാണ്. ഇതാണ് മിസ്റ്റർ സ്നോമാൻ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് അനങ്ങണ ജീവിയാട്ടാ. നിങ്ങൾ വിചാരിക്കുന്ന ആളും ഞാനല്ല. ഇതാണ് നമ്മുടെ വ്ളോഗർ വർഷ വേണുഗോപാൽ. വേറെ ഓരോ ഇനി ഇതാണ് നമ്മുടെ ജിക്കി ജോൺസൺ. Say hi to our viewers. Say hi to the viewers. എന്ത് പറയാനുണ്ട് ഈ രേഷ്മയുടെ ഈ വെഡിങ് ഈവിനെ പറ്റി? ഓക്കെ, അതാണ് പറയാനുള്ളത്. അപ്പോൾ ചെറിയൊരു പ്രതികാരം നിങ്ങൾ വിചാരിച്ചാൽ മതി. ചെറിയൊരു പ്രതികാരം. അതായത് എൻ്റെ ലിപ് മാസ്ക് ഇങ്ങനെ മുറിഞ്ഞിട്ടായിരിക്കുന്നത്. ജിക്കി ജോൺസൺ എന്ന് പറയുന്ന ആൾക്ക് ഞാൻ ഇതിൻ്റെ പൈസ കൊടുത്തില്ല. അതുകൊണ്ട് അവൾ മുറിച്ചാണ് എനിക്കിത് തന്നത്. എന്തായാലും ഇത് ചുണ്ടത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വേറൊരു കുലസ്ത്രീയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുലസ്ത്രീ. കണ്ട ഞാനൊരു സുന്ദരനാ. ഈ നാടിന് നിനക്ക് കുലസ്ത്രീ. നമി ഇതും ഒരു വ്ളോഗറാണ്. യു ഹാവ് സീൻ നമ്മുടെ എയർ എമിറേറ്റ്സിലത്തെ നമ്മുടെ എമിറേറ്റ്സിലത്തെ എയർ ഹോസ്റ്റസ് ആണ്. എക്സ് എയർ ഹോസ്റ്റസ് നമി വിനയ് കുമാർ. നമിത സർ നമ്മൾ സ്നേഹത്തോടെ നമി എന്ന് വിളിക്കും. ശരി, ബൈ. കഴിഞ്ഞില്ലേ? ഞാനത് അടിക്കുന്നുണ്ട്. Okay, the bride is sleeping in this room. my rapist for today. ഏതാണ് ഈ അമ്മായി ഇടക്ക് വന്നത്? കുലസ്ത്രീ.
അങ്ങനെ തിരക്ക് പിടിച്ച് ശബ്ദമില്ല. അങ്ങനെ തിരക്ക് പിടിച്ച് നമ്മളെല്ലാവരും ബസ്സിൽ ഫൈനലി കയറി. All are dressed. ജിക്കി സാരി ഗുരുവായൂരിന് സാരി ഉടുക്കാത്ത ജിക്കി. എന്നെ കൂടെ സാരി എന്നെ ഉടുപ്പിക്കാം എന്ന് പറഞ്ഞ അമീഷ. സുന്ദരിയായിട്ടുണ്ടല്ലോ. മമ്മി എന്റെ കൂടെ ചുരിദാറിന്റെ കമ്പനി തന്ന മമ്മി. ചുരിദാറിന് കമ്പനി തന്നല്ലോ. We are ready for the big wedding. അങ്ങനെ ഗുരുവായൂരിൽ കല്യാണം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരു ചായ കുടിക്കുകയാണ്. ചായ ടൈം ബിഫോർ ഗോയിങ് ടു ദ പാലക്കാട് ഫോർ ദ മണ്ഡപത്തിൽ. ഇങ്ങോട്ട് നോക്ക് വേദേ. ഇങ്ങോട്ട് നോക്ക്. Say hi. Say hi. Guys, what do you feel? Excited. Before meeting her, first look. ബട്ടർഫ്ലൈസ് തന്നെയാണോ അത്? And there we are. എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് അവസാനം ഒന്നായ ആ നിമിഷം. ഇത്രയും നാളും ഞാൻ ഇവരെ സെപ്പറേറ്റായി ടോർച്ചർ ചെയ്യായിരുന്നു. ഇനി ഇവർ ഒഫീഷ്യലി കപ്പിളായി എന്നെ ടോർച്ചർ ചെയ്യാൻ പോവാണ്. ബട്ട് ഓണസ്റ്റ്ലി ഇവരെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ മൈ ഹാർട്ട് ഈസ് സോ ഫുൾ. ഫ്രം എൻഡ്ലെസ് കോൾസ്, ഫൈറ്റ്സ്, ടീസിങ്, ഡ്രാമ ആൻഡ് ടു ദിസ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. മോർ ദാൻ എ ലവ് സ്റ്റോറി, ഐ വുഡ് സേ ഇത് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ happiest upgrade ആണ്. And I'm so happy for you guys, my 2 favorite besties becoming each other's forever. Happy married life to you both.
Come on, guys. Say Reshu. ഹലോ ഗായ്സ്, അങ്ങനെ രേഷ്മയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഒഫീഷ്യലി ഷീ ഈസ് മാരീഡ് ടു വിഷ്ണു. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ ഇനി രേഷ്മയുടെ ഫോട്ടോഷൂട്ട്സ് എല്ലാം കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ഹാവ് സദ്യ. എൻ്റെ വീട്ടിൽ പോകും. ചേച്ചിയുടെ വീട്ടിൽ Nami, what do you feel? I feel nice. When is the next video coming? I don't know. Soon. Coming soon. How was Haldi and marriage? It was holy. Are you tired? Very much passion. Did something happen today? Karma is dash. അതിനെ പറ്റി നമ്മളൊന്ന് സംസാരിക്കുന്നതായിരിക്കും. എന്താ നമി? എന്താ After 3-4 hours of shower, our bride is out from the washroom. Officially married Reshma Shekhar with her tali. Reshma Vishnu. Reshma Vishnu. Oh shit, ഇത് കണ്ടില്ല. The മണവാളായി. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കത്തുന്നത്. എനിക്കും എന്തോ പോലെ ഭാര്യനെ അല്ലാതെ ഭാര്യല്ലേ ചുമ്മാ കൊണ്ട് എന്തൊക്കെയോ ഞാൻ കാണുന്നു. ചുമ്മാ കൊണ്ടാ പൊക്കിക്കൊണ്ട് വാ, പൊക്കിക്കൊണ്ട് വാ, പൊക്കിക്കൊണ്ട് വരാൻ. ഇടക്കള്ള അടക്കട്ടെ. ഒന്ന് ലൈറ്റ് ഇട്ടിട്ട് എടുക്ക്. നല്ലത് ഭംഗിയായിരുന്നു. ഹലോ ഗായ്സ്, ഇന്നൊരു കാര്യം നടന്നു. അത് നിങ്ങൾക്ക് കേൾക്കണം. ഞാൻ ഗുരുവായൂരിൻ്റെ പാലക്കാടിന് നമ്മളെ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒബ്വിയസ്ലി ടയേർഡാണ്, നമ്മൾ കിടന്നുറങ്ങും. അതെ, അപ്പോൾ ഞാൻ ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങി, സാരിയും വെച്ചിട്ട് കിടന്നുറങ്ങി, ബാക്ക് സീറ്റിൽ നിവർന്ന് കിടന്നുറങ്ങി. അപ്പോൾ വണ്ടി ഒന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമായിരുന്നു. വണ്ടി ഒന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ അറിയാണ്ട് സ്ലിപ്പായി ഞാൻ ഒന്ന് വീണു.
ആ ഞാൻ ഇങ്ങനെ ഞാൻ വീണ അപ്പത്തന്നെ അമ്മയെ എന്ന് പോലും വിളിക്കാണ്ട് ഞാൻ പതിയല്ല ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ഞാൻ കയറി എണീറ്റ്. നമ്മ എന്നെ നോക്കി കുറെ ഗുണഗണാന്ന് ചിരിച്ചു. അത് പിന്നെ പാട്ടായി, പിന്നെ പരസ്യമായി, എല്ലാരും അത് അറിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചൊരാളാണ് ഇത് ameesha@gmail.com. ആണല്ലേ ബാക്കി പറയാം. പിന്നെ അത് കഴിഞ്ഞ് പാലക്കാട് മാരേജ് കഴിഞ്ഞ് നമ്മൾ പാലക്കാട് വീട്ടിലോട്ട് വരുന്ന ടൈമിൽ ഒരാളിതുപോലെ എന്നെ പോലെ കിടന്നതാണോ ഇരുന്നതാണോ എന്ന് എനിക്കറിയില്ല. കിടന്നതാണോ ഇരുന്നതാണോ? കിടന്നതാ. എന്നെ പോലെ സാരി ഇട്ട് അവളൊന്ന് കിടന്നു. അവളുടെ കൂടെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജിക്കി johnson@gmail.com. എന്തേലും ആവട്ടെ, നീ ടോപ്പിക്ക് മാറ്റാൻ നോക്കണ്ട. അപ്പൊ നമ്മൾ എത്താൻ ഇനി ഒരു 5 മിനിറ്റ് മാത്രം. പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു, ഇപ്പം ദൈവം അപ്പോ കർമ്മ ഇസ് ഡാഷ്. ഇങ്ങനെ പലതും എനിക്ക് പറയാൻ തോന്നുന്നു, പക്ഷെ പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട് ഗൈസ്. എൻ്റെ ഒച്ചയൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ ബേസിക്കലി എത്തുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ വണ്ടി ചെറുതായിട്ടൊന്ന് ബ്രേക്ക് അടിച്ചു. ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണ് തുറന്ന് ബ്രേക്ക് എന്ന് പറഞ്ഞ് ഞാനൊരു ശബ്ദം കേട്ടു. അമീഷ ഡിം, ഈ അമീഷ റോസ് അറ്റ്ലീസ്റ്റ് ഞാനൊന്ന് വീണപ്പോ ഞാൻ അപ്പം തന്നെ എണീറ്റ് ഇരുന്നു. ഇവിടെ ഒരാൾ അറിഞ്ഞിട്ടും കൂടിയില്ല അവള് വീണ കാര്യം. അവൾക്ക് വിശ്വസിക്കണ്ടായിരുന്നു. അവൾക്ക് വിശ്വസിക്കണ്ടായിരുന്നു അവള് കാര്യം. അവള് മനസ്സിലേക്ക് പറഞ്ഞോണ്ടിരുന്നു ഇതൊരു സ്വപ്ന. ഞാൻ കണ്ണോർക്കില്ല. അത് കഴിഞ്ഞ് ഞാനൊന്ന് പേടിച്ചു. ഇവളിനി ബോധം കെട്ട് വീണ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ അവളെ പൊക്കി. എന്നിട്ട് അവൾ കണ്ണ് തുറന്നില്ല ഗായ്സ്. അവൾ കണ്ണ് തട്ടി എണീറ്റ് അവൾ കണ്ണ് തുറന്നു. ഇതൊരു റിയാലിറ്റിയാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം പിന്നെ നമ്മള് ഇങ്ങോട്ട് നമുക്ക് തന്ന കാര്യം നമ്മൾ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് അവരെ പോലെ പോവില്ലേ. എൻ്റെ ചിരിയും എൻ്റെ സങ്കടവും സന്തോഷവും ഒക്കെ ഞാൻ ഉള്ളിലൊതുക്കി. ഞാൻ അങ്ങോട്ട് മാനത്തോട്ട് ഞാൻ നോക്കിയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം നമി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇട്ട് തന്നു ചിരിക്കാൻ. ഇട്ട് തന്നു. അപ്പൊ ഇതിന്ന് നമ്മൾ ഇന്ന് ഞാൻ പഠിച്ച പാഠം, കർമ്മ ഇസ് എ ഡാഷ് പ്ലസ്. നിങ്ങൾ ചെയ്ത പാപത്തിന് നിങ്ങൾക്ക് തിരിച്ചടി ഉടനെ അധികം ബൈക്ക് അടിച്ചപ്പോൾ അതേ ദിവസം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഇത്. ameesha@gmail.com. ഗുഡ് ബൈ. സന്ധിക്കും വരെ വണക്കം. Morning chat with Manavalan, and we are waiting for Reshma to come, and they are going to Vishnu's house. കൊണ്ടുപോവാണ് ഇവിടെ. നമുക്കിവിടെ അമീഷ വേഴ്സസ് വിഷ്ണു ആക്കിയാലോ?
ഒരു തീറ്റ മത്സരം തുടങ്ങാം നമുക്ക്. ഉഫ്. ഇച്ചിരി മേക്കപ്പ് ഇട്ടുള്ളൂ, അതിപ്പം അങ്ങനെ രേഷ്മ പോയി ഗായ്സ്. രേഷ്മ ഇല്ലാത്ത വീട് വള്ളിയില്ലാത്ത നിക്കർ പോലെയാണ്. സോ നമ്മൾ ആ വിഷമത്തിൽ ഫേസ് മാസ്ക് ഇട്ട് ഇരിക്കുകയാണ് കുറച്ച് ഗ്ലോയ്ക്ക് വേണ്ടി. കാരണം നമ്മുടെ ഗ്ലോ ആയ രേഷ്മ പോയി. കണ്ടോ അമീഷ ഇവിടെ? ഓ താഴെ ഉണ്ടായിരുന്നു. അമീഷ ഫ്ലാറ്റായി രേഷ്മ പോയ വിഷമത്തിൽ. അവൾ നിലത്ത് കിടന്ന് കരയാണ്. എന്താണ് ആണെന്ന് എനിക്ക് പറയാനുള്ളത്? കണ്ണിക്കൂടെ എന്താ? കണ്ണിക്കൂടെ എന്താ? നീ കണ്ണിക്കൂടെ മൂത്ര വയ്ക്കാണോ? അതുകൊണ്ട് what shit are you talking? What nonsense are you? How cheap are you? കണ്ണിൽ ആരെങ്കിലും മൂത്രം വയ്ക്കുവോ? അല്ല എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല, എന്റെ കണ്ണിൽ കുറച്ച് മുളക് പൊടി വീണു. ഓ എന്തായാലും ഒരു രണ്ട് ലൈൻ ഒന്നുമില്ല. ഒന്ന് മാറി ഞാൻ കണ്ണാടി നോക്കട്ടെ. എന്തോന്ന് ലെഫ്റ്റ്? നീയും പോവല്ലേ? അത് ശരി. അപ്പൊ നമ്മളിരുന്ന് കരയട്ടെ. എമ്മാള് പോന്നേ. അയ്യോ അയ്യോ അയ്യോ. ആണ്ട് വീണ്ടും കരയാണ്. കണ്ടോ? ഓക്കെ, ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇപ്പൊ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഇറ്റ്സ് ജസ്റ്റ് തണുത്ത വെള്ളം. കുടിവെള്ളം ബിക്കോസ് നമുക്കിവിടെ കുടിവെള്ളത്തിന് ക്ഷാമമായിരുന്നു ഇന്ന്. വാട്ട്സ് ഹാപ്പനിങ് വർഷ? ഷോ മീ. ഇതാണ് ഞങ്ങളുടെ ശ്രീ വല്യച്ഛൻ. ഇതാണ് എൻ്റെ അമ്മയെ വിനയ് കുമാർ. ഇത് നമുക്ക് അറിഞ്ഞൂടെ? ദിസ് ഇസ് ജിക്കി ജോൺസൺ. രേഷ്മയുടെ അച്ഛൻ വന്ന് വർഷയോട് സംസാരിച്ചതിന്റെ ബാക്കി പാത്രമായിട്ടാണ് നിങ്ങൾ ഈ ഒലിച്ചു പോകുന്ന കുട്ടി കാണുന്നത്. വർഷ എന്താണ് 2 വാക്ക് പറയും ഇതിനെ കുറിച്ച്? അപ്പൊ അടുത്ത കല്യാണത്തിന് വരണ്ടേ? മാളുവിന്റെ കല്യാണത്തിന് വരണ്ടേ?
അതുവരെയുള്ളത് കുറച്ച് ടൈമുള്ളൂ കേട്ടോ. ജിക്ക് വർഷ കരിന്ന് കിട്ടി. ഒന്ന് കര രണ്ട് തുള്ളി മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അമീഷ് കിട്ടി. ഉച്ചക്കത്തെ റിവെഞ്ച് നമ്മൾ കിട്ടിയിരിക്കുന്നു. കൈയെടുക്കുന്നു. കിട്ടി. എന്തെങ്കിലും പറയാനുണ്ടോ? That's a wrap, guys, with lots of memories. ചിക്കി അടുത്തേക്ക് ക്യാമറ പോണം. ചിക്കി ക്യാമറയുടെ അടുത്തേക്ക് കണ്ടുപിടിക്കുന്നു. എന്ത് നിന്റെ പേരുണ്ട്. ഫുൾ നെയിം? അതെ, എന്റെ പേര് ചിലപ്പോ അത് വിഷന്നാവാം, ചിലപ്പോ അത് വീണാവാം. പ്രോപ്പറായിട്ട് പറ. അതെ, കണ്ടുപിടിക്കാം അങ്ങോട്ട്. ഞാൻ വെച്ചേ ഉള്ളൂ. നിനക്ക് തിരിക്കാൻ മറിക്കാൻ നോക്കാൻ വരാൻ പോവാം. ഇതിലുണ്ടെന്ന് നോക്കാം. കാണിച്ചു. ഒരു ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് മാനുവായി. ബൈ. Welcome to Hello, guys. Flight 533 So to this is the Dubai. end of Please remain our seated for the moment. beautiful journey. We firstly invite passengers seated in beautiful zone C memories. and D to come forward ഇതിൽ for കേൾക്കുന്നുണ്ടോന്ന് boarding എനിക്കറിയില്ല. at gate 4. All other passengers are kindly requested ജിക്കി to ഉറങ്ങാന്ന് remain നിങ്ങൾ seated വിചാരിക്കും, for പക്ഷെ the ജിക്കി moment. ഉറങ്ങല്ല, ജിക്കി Please ചിരിക്കുകയാണ്. have your boarding pass and open passport കണ്ടില്ലേ, ready for അവൾ inspection. എക്സാമ്പിൾ ഇട്ട് കാണിച്ചു On തന്നു. behalf of Emirates, So we wish you a that's it, pleasant guys. flight. Thanks for watching my vlog. ഏവർക്കും സുപ്രഭാതം. ദുബായിലേക്കുള്ള എമിറേറ്റ്സ് സുപ്രഭാതം, വിമാനം ബിഗ് ബോസ് 5-3 സ്വാഗതം. So, bye. ദയവായി സീറ്റിൽ തന്നെ തുടരുക. ആദ്യമായി CM